ഏത് സ്ഥാപനത്തെക്കാളും ഇന്ത്യയെ മികച്ചു നിൽക്കുന്നത് നമ്മളുടെ പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊണ്ട് തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കൾ പലരും പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കാകും. എനിക്കറിയാം, കാരണം നമ്മുടെ കമ്പനിയിലേക്ക് പ്ലേസ്മെന്റ് ചോദിച്ചു വിളിക്കുന്ന അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് മാത്രം കിട്ടുമെന്ന് ചോദിച്ചു വിളിക്കുന്ന ഒരുപാട് സ്ഥാപനത്തിലെ കുട്ടികളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ ഭീമമായ ഫീസ് കൊടുത്ത് പഠിച്ച ക്ലാസ് പോലും കാണാതെ വീട്ടിലിരുന്ന ഫോണിലൂടെ ഓൺലൈനായിട്ട് ഒരു കോഴ്സ് പഠിച്ച് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഫീൽഡിലേക്ക് ഇറങ്ങുന്ന കുട്ടികളോട് എനിക്ക് വളരെ സിമ്പതിയാണ്. കാരണം ഒരു മെഷീന്റെ ഈവൻ ഒരു യൂട്യൂബ് മെഷീന്റെ ഓപ്പണിംഗ് സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് അറിയില്ല, അത് കാലിബ്രേഷൻ ചെയ്യാൻ അറിയില്ല, BSc കർവ് എന്താന്ന് കേട്ടിട്ടില്ല, സ്കാനിങ് അറിയില്ല, ഡിഫക്റ്റിന്റെ മെഷർമെന്റ് എടുക്കാൻ അറിയില്ല. ദേ ഡോണ്ട് നോ എനിത്തിങ്. പക്ഷെ അവരുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് പല സ്ഥാപനങ്ങളും ആ കുട്ടികളോട് ചെയ്യുന്ന ഒരു ചതിയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ കുട്ടികളെ ഒരുപാട് കൺവിൻസ് ചെയ്യാറുണ്ട്. അവരെന്നോട് പറയും, ചേച്ചി അബദ്ധം പറ്റിപ്പോയി, ഇത്രയും പൈസയായി, പക്ഷെ ഒരു കാര്യമില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല, യൂട്യൂബ് മിഷൻ ഞങ്ങൾ കണ്ടിട്ടില്ല, ആദ്യ ക്യാമറ യൂണിറ്റ് ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ വെൽഡ് സ്കാൻ ചെയ്തിട്ടില്ല, PSc കർവ് വരയ്ക്കാൻ ഞങ്ങൾക്ക് അറിയില്ല, വാട്ടർ. ആ കുട്ടികളെ പ്ലേസ്മെന്റിന് ചോദിച്ചു വിളിക്കുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരു മാസമെങ്കിലും എന്റെ കൂടെ നിന്ന് IIT നിന്ന് നിങ്ങൾ പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യുക, എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളെ ഒരു കമ്പനിയിലേക്ക് തയ്ച്ചു വിടാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങളെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത്, ഞാൻ ഈ കമ്പനിയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നതാണ്. നമ്മൾ ഓരോ കമ്പനിയിലേക്ക് ഓരോ കുട്ടികളെ കയറ്റി വിടുന്ന സമയത്തും അവര് വീണ്ടും നമ്മളോട് സ്റ്റുഡൻസിനെ ഡിമാൻഡ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ അവിടെ ചെറിയ പ്രാക്ടിക്കൽ പെർഫോമൻസ് കണ്ടിട്ടാണ്. കാരണം നമ്മൾ ഈവൻ ഒരു UTക്ക് നമ്മൾ പ്ലേസ്മെന്റ് എടുക്കുന്ന ഒരു കുട്ടി അവിടെ ചെന്നിട്ട് ചെയ്യുന്നത് PAUT ആണ്, അഡ്വാൻസ്ഡ് UT ആണ്. കാരണം അത്രയും എഫിഷ്യന്റ് ആയിട്ട് അവർ അത് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടാണ് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇത് വളരെ കോൺഫിഡൻസോടെ എനിക്ക് എവിടെയും പറയാൻ പറ്റും. ഞാൻ ഒരുപാട് സ്ഥാപനങ്ങളുടെ ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അവരോടൊക്കെ ഞാൻ സംവദിക്കാറുണ്ട്. കാരണം അവരെന്താണ് അവരുടെ സ്ഥാപനത്തിലെ കുട്ടികളെ പഠിപ്പിച്ച് വിടുന്നതെന്ന് ഞാൻ ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിലൊക്കെ. അപ്പോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് വലിയൊരു എന്താ പറയാ അവസരമാണെന്നാണ് ഞാൻ പറയാ. മാക്സിമം നിങ്ങൾക്ക് ഇവിടെ കിട്ടാനുള്ളത് കിട്ടിയിട്ട് നിങ്ങൾ ഇവിടെ ഇറങ്ങാവുള്ളൂ. ഈവൻ ഓരോന്നും ഈച്ച് ആൻഡ് എവറിത്തിങ് പറഞ്ഞ പോലെ നമ്മുടെ ഷിബു സാറ് വളരെ വലിയൊരു മഹത്തായ അധ്യാപകനാണ്. അദ്ദേഹം ബേസിക്കലി ഒരു ടീച്ചറാണ്, ടീച്ചിങ് ഫീൽഡ് വിട്ടാണ് ഇതിലേക്ക് നിൽക്കുന്നത്. ഇവിടെയും നല്ലൊരു ബെസ്റ്റ് ടീച്ചറാണ്. ഇപ്പൊ സാറിനെയൊക്കെ സംബന്ധിച്ച് സാറിനെയൊക്കെ മാക്സിമം നിങ്ങൾ കൂട്ടണമെന്ന് ഞാൻ പറയുള്ളൂ. സാറിന്റെ അറിവിന്റെ അങ്ങേ അറ്റം നിങ്ങൾ ഇവിടുന്ന് എടുത്തിട്ടേ ഇവിടുന്ന് ഇറങ്ങാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എന്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് വയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ ഇവിടെ ഉണ്ട്. IIT NDT ഇന്ത്യ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് NDT കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താണോ നിങ്ങളൊരു കരിയർ സ്റ്റെപ്പ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈവൻ CCP ആവട്ടെ, BGAS ആവട്ടെ, അഡ്വാൻസ്ഡ് NDT ആവട്ടെ, വാട്ടെവർ യു ക്യാൻ കം ഹിയർ. ഇവിടെ വരാൻ നിങ്ങൾക്ക് ഞങ്ങളുണ്ട്. അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള അംഗീകരിക്കപ്പെട്ട ഒരു സ്ഥാപനം ഇന്ത്യയിൽ ഇവിടെ ഉണ്ട്.